CCTV ഇൻസ്റ്റലേഷൻ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും എന്നാൽ ഒട്ടും തന്നെ ചില സമയങ്ങൾ ശ്രദ്ധിക്കാതെ സ്പീഡിൽ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു കണക്റ്റേഴ്സ് ഫിക്സ് ചെയ്യുന്നത്. കണക്റ്റേഴ്സ് നമുക്കറിയാം, BNC കണക്റ്റേഴ്സും ഉണ്ടാവും, DC കണക്റ്റേഴ്സും ഉണ്ടാവും. അനലോഗ് ക്യാമറകളുടെ കാര്യത്തിൽ, അതായത് അനലോഗ് സിഗ്നൽസ് ക്യാരി ചെയ്യുന്ന DVR-കൾ ഫിക്സ് ചെയ്ത് നമ്മൾ CCTV ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഇത്തരം കണക്റ്റേഴ്സിൻ്റെ വളരെ പ്രാധാന്യം കൂടുതലാണ്. ഇത് പറയാനുള്ള പ്രധാന കാരണം നമുക്ക് കംപ്ലയിൻസ് വരുന്നതിൽ, അതായത് അനലോഗ് ക്യാമറയുടെ കംപ്ലയിൻസ് വരുന്നതിൽ ഒരു 50% കംപ്ലയിൻറ്റുകൾ ഇത്തരം കണക്റ്റേഴ്സിൻ്റെ പ്രശ്നമാണ്. കണക്റ്റേഴ്സിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു കണക്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ പ്രശ്നം, ഇല്ലെങ്കിൽ ആ ഒരു ഡിവൈസുകൾ എക്സ്പോസ് ആകുമ്പോൾ, പുറത്ത് നമ്മൾ വയ്ക്കുമ്പോൾ മഴ കൊള്ളുന്നതോ അല്ലെങ്കിൽ ഡസ്റ്റ് അടിക്കുന്നതോ അങ്ങനെയുള്ള എക്സ്പോസ് ആകുമ്പോഴുള്ള പ്രശ്നങ്ങളും ഇതിൽ പെടുന്നു. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും ഈ ഒരു കണക്റ്റേഴ്സിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളതിന് പ്രോപ്പറായിട്ട് കുറച്ച് ടൈം എടുത്ത് നമ്മൾ ഈ ഒരു കണക്റ്റേഴ്സ് ഫിക്സ് ചെയ്യാൻ നോക്കുക. അതിപ്പോൾ BNC ആയാലും DC ആയാലും നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം. കാരണം ഈ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ ഈ 2 കണക്റ്റേഴ്സും ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കണം. കാരണം വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് വന്നാലും ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റിയിലും മറ്റും ആ ഒരു തകരാറുകളുണ്ടാവും, അത് നമുക്കറിയാം. അതുപോലെ തന്നെ BNC കണക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു വ്യത്യാസവും അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന എന്ത് തകരാറും ആ ഒരു ക്യാമറയുടെ പിക്ചറിനെ ബാധിക്കും. അപ്പോൾ ഒരു ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ ആ ഒരു കണക്റ്റേഴ്സിൻ്റെ എല്ലാം ക്വാളിറ്റി പക്കയായിട്ട് തന്നെ, അതായത് ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റിയിലുള്ള കണക്റ്റേഴ്സ് BNC ആയാലും DC ആയാലും വാങ്ങുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിൻ്റെ കേബിളുകൾ, അതായത് 3+1 കേബിളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അനലോഗ് ക്യാമറകൾ ചെയ്യുന്നത്. അപ്പോൾ 3+1 കേബിളുകൾ, നല്ല ക്വാളിറ്റിയിലുള്ള കേബിളുകൾ കണക്ട് ചെയ്യുക. കാരണം ഇത്തരം കണക്റ്റേഴ്സ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു കേബിളുകളിലാണ്. അപ്പോൾ ആ കേബിൾ ഡാമേജ് വന്നാലോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പർ പ്രോപ്പർ അല്ലാത്ത ഇതാണെങ്കിലും, ആ ഒരു ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ആണെങ്കിലും ആ ഒരു ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കേബിൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ഈ കണക്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ പുറത്ത് നമ്മൾ വയ്ക്കുമ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ മഴയും അല്ലെങ്കിൽ വെള്ളം ഇറങ്ങുന്ന സ്ഥലങ്ങൾ, അത്തരമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു BNC കണക്റ്റേഴ്സ് ഒരു എക്സ്പോസ് ആവാത്ത വിധത്തിലൊക്കെ കീപ്പ് ചെയ്താൽ നമുക്ക് അതിനകത്തൊരു 50% കംപ്ലയിൻസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു റിപ്പീറ്റഡ് കംപ്ലയിൻ്റൊക്കെ ഉപയോഗിച്ച് എൻ്റെ കസ്റ്റമർ വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു കണക്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.